അഭിമന്യത്തിന് വേണ്ടി അന്യനായ സച്ചിയച്ഛൻ, കർത്താവിലേക്കും സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോടുകൂടെ ഘോഷിക്കുവാനും ആ ക്രൂശിൽ ഒഴുകിയതായ രക്തം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും ഈ ദിവസങ്ങൾ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അല്പനേരത്തെ ധ്യാനത്തിന് വേണ്ടി ഇന്നത്തെ മനസ്സിനെ സ്വാതന്ത്ര്യപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യും. സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ആരാധന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ് നാം ഇപ്പോഴായിരിക്കുന്നത്. നാം സത്യത്തിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ആധ്യാത്മിക ഊർജം സംഭരിക്കുന്ന ഒരു സമയമാണ്. എപ്പോഴും ആരാധനയുണ്ടെങ്കിലും ഭാഷാ ആഴ്ചയിലെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന ആധ്യാത്മിക നിറവ് മറ്റു സമയങ്ങളിൽ കിട്ടുപോയില്ല എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ നിശ്ചയമില്ല. നമുക്കെല്ലാവർക്കും ഒരുപോലെ നിശ്ചയിക്കാവുന്ന ഒരു സമയമാണ് ഭാഷാ ആഴ്ച കാലഘട്ടം. പോലെ വളരെ ജീവിതത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുന്ന ഒരു സമയം. ക്രിസ്ത്യൻ തിയോളജി അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഡീൽസ് വിത്ത് ഗോഡ്. തിയോസ് ഈസ് ഗോഡ്, ലോജിയ is wisdom. So theology is the wisdom of God. എന്നാൽ തിയോളജിക്ക് അത് ദൈവകേന്ദ്രീകൃതമാണ് ഉണ്ടാവുക. തിയോളജിക്ക് മറ്റൊരു മീനിങ് കൊടുക്കുന്നുണ്ട്. തിയോളജി ഈസ് സോട്ടീരിയോളജി. തെറ്റിദ്ധരിക്കരുത്, തിയോളജി പഠിപ്പിക്കാം. ധ്യാനം കേൾക്കാൻ വന്നവരോട് തിയോളജി കൊടുക്കുന്ന കാര്യങ്ങൾ എങ്കിലും അത് പറയുന്നതാണ്. Theology is soteriology. Soteria is salvation. That's salvation. So, the wisdom of salvation is the theology of the definition. So, when we think of theology, the center will be God, the Holy Trinity. But when we think of soteriology, the center will be human being, the creation, the created beings. അവരാണ് സെന്റർ. ചുരുക്കത്തിൽ നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവവും മരണവും ഉയർപ്പൊക്കെ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവവും മരണവും ഉയർപ്പ് ആഘോഷിക്കുമ്പോൾ കർത്താവിനെയാണ് സെന്റർ നിർത്തുന്നതെങ്കിലും പ്രധാനപ്പെട്ട ഗോൾ നിൽക്കുന്നത് നമ്മിലാണ് ശരിയായ കേന്ദ്രം. എന്തിനാണ് കർത്താവ് ക്രൂശിതനായത്? യേശുക്രിസ്തു വല്ല കിട്ടാൻ വേണ്ടിയാണ്? ആണോ? അല്ലല്ലോ, നമുക്ക് വേണ്ടിയാണ്. ഇന്നിവിടെ 2 പുണ്യസ്നാന പ്രാർത്ഥന നടത്തി. നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കുകയും സാധാരണ വ്യത്യസ്തമായിട്ട് കുമ്പുകയൊക്കെ ചെയ്താലും 2 പുണ്യസ്നാന പ്രാർത്ഥനയിലും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വിവരിച്ചിട്ട് എൻ്റെ അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നത് എവിടെയാണെന്ന് കേട്ടാൽ നമ്പിലാണ് കൊണ്ടുള്ളത്. അത് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത് നമ്പിലാണ്. നമ്മുടെ 2 പ്രാർത്ഥന എപ്പോഴും നടത്താറുണ്ട്, നമ്പായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പിന്നെ പറഞ്ഞു വായു വരുന്നൊക്കെ ബോധപ്പാട്ടെന്നുള്ള പറയുന്നത്. പക്ഷെ 2 കാര്യങ്ങൾ നമ്മുടെ ആരാധന ക്രമത്തിൽ ഇങ്ങനെ
ഒന്നാമത്തെ ഗോഡ് forgive us എന്നതാണ്. ഞങ്ങളോട് ക്ഷമിക്കുന്നതാണ്. അതാണ് നമ്മുടെ ആരാധനയെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് forgive us. രണ്ടാമത് പറയുന്നത് have mercy upon us. God have mercy upon us. ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളോട് കനിവ് തോന്നണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മുടെ ആരാധന റിപ്പീറ്റായിട്ട് കഴിയും. ഇതിന് പുസ്തകങ്ങളൊക്കെ തുറന്നു നോക്കിക്കോട്ടോ നേരം പറഞ്ഞോ വ്യത്യാസം കിട്ടും. ആദ്യ ഭാഗത്തെല്ലാം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളെ കുറിച്ചാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് അറിയണം. അതിനുവേണ്ടി ഇതിനടുത്ത് പരിശോധന എൻ്റെ സ്കൂളിലെ ഡയറക്ടറായ കുഴപ്പമില്ല. God forgive us, have mercy upon us. ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഭാഷാഴ്ച വരുമ്പോൾ അതിന് ഊന്നൽ കൂടുതലാണ്. The emphasis will be too much there. You forgive us. ഇവിടെ ഇത് ചെയ്തോ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന കുറ്റമാണ്. ഇത് ചെയ്തോ വിധിയെ മുമ്പോൾ ഇത് പറയുന്നത് രണ്ടാമത്തെ കാര്യത്തിലുള്ള വിധി ചെയ്തതേ ഞങ്ങളെ Don't judge us. Our Lord Christ, don't judge us. That means forgive us. അതാ പറയുന്നത്. You just forgive us. കാരണം നമുക്കെല്ലാവർക്കും അറിയാം യഹൂദന്മാർ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ കർത്താവിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലോ വൈദ്യ വിദ്യാർത്ഥി അല്ലേ? നമ്മുടെ കർത്താവ് ചെയ്തതിനേക്കാൾ കർത്താവിനെ യഹൂദന്മാർ ചെയ്തൊക്കെ പറയുന്നെങ്കിലും ഒന്ന് ശരിയായി പരിശോധിക്കാതെ എന്താ അതിനേക്കാൾ ഏഴിരട്ടിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. നമ്മളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ആശാഴ്ചയ്ക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പെർഫെക്റ്റ് കംപ്ലീറ്റ് പെർഫെക്റ്റ് പ്യൂരിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ടോട്ടൽ പ്യൂരിഫിക്കേഷൻ. അതാണ് ആശാഴ്ച ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് നടന്നതാണ് ഈ ആഴ്ച നടക്കുന്നത്. നമുക്ക് തോന്നുന്നില്ല. ഞാനും തോന്നിക്കാനായിരിക്കില്ല ആഴ്ച ഈ ജിതിന് പിടിച്ചോണ്ട് വീട്ടിൽ പോയി. അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകുന്നില്ല. ഓസ്ട്രേലിയ ഒന്നല്ല വീട്ടിൽ പോയി. നാട്ടിലെന്നാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നില്ല. പള്ളി തന്നെ അവിടെ ഒതുക്കും. നമ്മളെ ശരിയായി ഒതുക്കുകയാണ്. ബിക്കോസ് വി നീഡ് ടു പ്യൂരിഫൈ പെർഫെക്റ്റ്ലി. നമ്മൾ നമ്മളെ തന്നെ നല്ലതുപോലെ പ്യൂരിഫൈ ചെയ്യും. അതിനുള്ള ഒരു സമയമാണ്. That is what I told you, that we are going to receive, collect all the divine energy to us. നമ്മൾ ഇങ്ങനെ നിറച്ചു കൊടുക്കണം ഈ ആഴ്ച. It is in order to spend the remaining part of our life. അത് നല്ലവർ ഉപയോഗിക്കാൻ വേണ്ടി. ഈ വേർപ്പിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു ദിവ്യപ്രകാശം കാണാം. കാണുമോ? പരിശോധിക്കാമെന്ന് നീതി പറയുന്നത്. വേദത്തിന്റെ പിറ്റേ ദിവസം വേദത്തിൽ എത്താൻ കഴിയുമ്പോൾ you have to feel that Tirumeni has got a divine light on his face. Tirumeni has to feel that Jesus has got a divine light on his face. അങ്ങനെ പറഞ്ഞു. ഈ മുമ്പിലിരിക്കുന്ന പൈതങ്ങൾ നോക്കി അവരെ ഇപ്പോഴും അതല്ല. പക്ഷെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അതിൽ പ്രകാശമാണ്. കാരണം ഇപ്പോൾ ഉള്ളതിൽ കുഴപ്പമൊന്നും ചെയ്യാതിരിക്കുന്ന പാർട്ടികളാവാതെ അല്ലേ? പാവം അധികം ഇല്ലാത്തത് വരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ കിട്ടുക പ്രകാശം നമ്മിൽ ആ പ്രകാശം മങ്ങിപ്പോയി. പക്ഷേ ഈ ആശാഴ്ച ദൃഷ്ടി കഴിയുമ്പോൾ മങ്ങിയതിനെ നമ്മൾ വീണ്ടും വെളിച്ചമാക്കി മാറ്റാം. അതാണ് ഇവിടെ വിഷയം. നമ്മുടെ ഈ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ശരീരാത്മദേഹികൾ. പ്രത്യേകിച്ച് ഈ കുർബാന തത്സായില്ല പല തത്സാകളുണ്ട്.
നമ്മൾ കേൾക്കുമ്പോൾ എല്ലാം ഒരുപോലെ ചെയ്യും. പക്ഷേ കുർബാന എഴുതുന്ന അച്ഛനറിയാം, അച്ഛൻ ഉപയോഗിക്കുന്ന അച്ഛനല്ല. ഒരു ദിവസം യാക്കോബ് എഴുതുകയാണെങ്കിൽ വേറെ ദിവസം ദൈവനാസ്യൂസ് ആയിരിക്കും, മറ്റൊരു ദിവസം ദീവാന്യൂസ് ആയിരിക്കും, വേറെ ദിവസം സോസ്റ്റോസ് ആയിരിക്കും, മറ്റൊരു ദിവസം പത്രോസ് ആയിരിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ആർഡെയർ, ഒരുപാട് ടെക്സ്റ്റുണ്ട്. കുർബാന ടെക്സ്റ്റ് ആർഡെയർ നമ്മുടെ കയ്യിലിരിക്കുന്ന കുർബാന ടെക്സ്റ്റ് തന്നെ ഏകദേശം 10-13 ടെക്സ്റ്റുണ്ട്. 10-13 വേർഷൻ ഓഫ് NFL. അപ്പോൾ അതിനകത്തെല്ലാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. The purification of the body, the mind and the soul. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധീകരണം. കർത്താവെ, ഞങ്ങളുടെ ശരീരാത്മദേഹികളെ വിശുദ്ധീകരിക്കണം. ഇതാണ് നമ്മൾ ഈ കുർബാനയിൽ ഒപ്പിക്കുന്നത്. നിങ്ങൾ നാളെ മനസ്സിലായില്ലേ? നാളെ അതിനകത്ത് കേട്ടു എത്ര ഒരു അസൈൻമെന്റ് തരാം. അത് മാത്രം ശ്രദ്ധിച്ചു നിന്നാളെ തിരുമേനി ഞാൻ അസൈൻമെന്റ് പറഞ്ഞു എന്നാൽ പിന്നെ കൗണ്ട് ചെയ്യാൻ ബുക്ക് കൊടുത്തു നിന്നാളെ കുർബാനയ്ക്ക്. അത് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ഇപ്പോൾ വായിച്ചു പിന്നെ ഞാൻ നൽകാം. You purify our body, you purify our mind, you purify our spirit. ഞങ്ങളുടെ ശരീരാത്മദേഹികളെ വിശദീകരിക്കുക എന്നതാണ്. ആ പ്രാർത്ഥനയാണ് ഈ നോമ്പിൻ്റെ ആശാഴ്ചയിൽ മുഴുവൻ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അർത്ഥമാണ് പ്യൂരിഫൈ ചെയ്യണേ, പ്യൂരിഫൈ ചെയ്യണേ. അതാണ് അർത്ഥം. ഞാൻ ഞങ്ങളുടെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എല്ലാവരും ബോഡി പ്യൂരിഫൈഡ് ആകും. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അത് മുമ്പിൽ എന്ത് രസമാണ്. എക്സ്ട്രീമലി എവരിബഡീസ് ഓക്കെ. അല്ലാതെ വീട്ടിൽ കൊണ്ടുവരാം ഒരാൾ അല്ലേ, നല്ല പ്യൂരിഫൈഡ് ബോഡിയാണ്. വളരെ സുന്ദരങ്ങളുടെ കൊണ്ടുവന്നാണ് ഇവിടെ ഒരു കൊണ്ടുവന്നതാണ്. മരനാണ്, അതൊരു മരനാണ്. അതൊരു നല്ല എനിക്കത് കട്ടത്തായി വളരെ ഇഷ്ടപ്പെടുന്നു. ആള് സുന്ദരനാണ്. അങ്ങനെ ബാഹ്യമായ എല്ലാം നമുക്കുണ്ട്. അത്യാവശ്യം കാണാനുള്ള ഭംഗി. നമ്മൾ ഒരാളെ അത്യാവശ്യം കണ്ടപ്പോൾ ഒരു നിറത്ത താടി വരുന്നില്ല. നമുക്ക് ഭയങ്കര നിറത്ത താടി ഇങ്ങനെ അച്ഛനേക്കാൾ വലുതായിട്ട് ഭംഗിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. അത് അങ്ങോട്ട് വലിയ കാണും. അങ്ങനെ നമ്മുടെ രൂപങ്ങളിൽ വളരെ വ്യത്യാസങ്ങളാണ്, വളരെ ഭംഗിയാണ്. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതും എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ബ്യൂട്ടി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കളയൊന്നും വേണ്ട. വൃത്തിയായി തന്നെ നിൽക്കണം എന്നുള്ളതാണ്. വൃത്തിയായി തന്നെ നിൽക്കണം. പക്ഷെ അതേ സമയം തന്നെ ദി അതർ 2 levels also should be kept in a proper way. എന്തുവാ? മനസ്സിന്റെ ശക്തി, മനക്കെട്ടി എന്നുള്ള സാധനം അറിയാമോ? മെന്റൽ സ്ട്രെങ്ത്, മനഃശക്തി, മനഃശക്തി, മനഃശുദ്ധി. ഇത് രണ്ടും ഒരുമിച്ച് പോകണം. മനഃശുദ്ധി ഉള്ളവർക്ക് മനക്കട്ടി ഉണ്ടാവും. ഈ ദിവസം പറയും തിരുമേനിയും മനക്കട്ടിയില്ലാന്നാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നോട് വല്ലാതെ അച്ഛനെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ്. കാരണം അതിൻ്റെ അർത്ഥം അച്ഛൻ വേറെ രീതി പറയാണ്, തിരുമേനി മനഃശുദ്ധിയില്ല. അതാണ് മനഃശുദ്ധിയില്ല. മനഃശുദ്ധിയുള്ളവർക്കേ മനക്കട്ടി ഉണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ മനഃശുദ്ധി ഇല്ലാത്തവരാണ് സൂയിസൈഡിലും മറ്റു പല പരിപാടികൾക്കും മദ്യപാനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഇങ്ങനെ വേറെ രീതികളൊക്കെ വഴി തെളിച്ചത് വിട്ടു പോകുന്നു. മനഃശുദ്ധി ഇല്ലാത്തതുകൊണ്ടും മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ടും സംഭവിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ പോവുകയാണ്. വേറെ വഴി ഡീവിയേഷനാണ്. അങ്ങനെ ഡീവിയേഷൻ ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവിക്കുന്നു നമ്മളാണ്. അത് പഴയ കാലത്ത് നമ്മുടെ അമ്മയും അപ്പനൊക്കെ എന്തോ ഒരു ശക്തിയാണ്, ഭയങ്കര ശക്തിയാണ്. അവർ നല്ല ശുദ്ധിയുമായിരുന്നു. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നോക്കിയിട്ട് പേപ്പർത്തലയായിരുന്നു. വീട്ടിൽ അന്ന് നല്ല പോകണം. ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഈ 10 ഞായറാഴ്ച കഴിക്കും.
അത് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രങ്ങൾ പോലും അത് മാറ്റും. അന്നത്തെ പറഞ്ഞ ചട്ടി, മീൻ ചട്ടി, ഇറച്ചി ചട്ടി എല്ലാം അത് മാറ്റി വെച്ചിട്ട് എന്തുവാ പുതിയ വെജിറ്റേറിയൻ പാത്രങ്ങളുണ്ട്. പിന്നെ 50 ദിവസം കംപ്ലീറ്റ്ലി നോമ്പാണ്. കംപ്ലീറ്റ്ലി നോമ്പാണ്. പഴയകാലത്തെ കഥയായിരുന്നു. ഇപ്പോഴെന്തിനാ ഞാൻ ഈ പറഞ്ഞവരൊക്കെ തന്നെയാണ് എനിക്കറിയാം. ഭയങ്കര സ്ട്രോങ് വിൽ പവർ ആയിരുന്നു നമ്മുടെ മാതാപിതാക്കൾ. വെരി സ്ട്രോങ് വിൽ പവർ. എന്തെല്ലാം പ്രതിസന്ധിച്ചാലും ഞങ്ങൾ മാറില്ല. അതായിരുന്നു അവരുടെ നിശ്ചയദാർഢ്യം. ഭയങ്കര നിശ്ചയദാർഢ്യം. അതിനകത്ത് മാറ്റം മാറാൻ നിൽക്കുകയില്ല. അതായിരുന്നു അവർ. ഇപ്പോഴ് രഥത്തെ ആഘോഷിക്കും, പിറ്റേ ദിവസം ഡബിൾ രഥം. ഇപ്പൊ തിരുമേനി വന്നിട്ട് എന്നും വന്ന് രഥമൊക്കെ ഇറച്ചി മീനില്ലെന്നുള്ളവരുണ്ട്. എന്തെല്ലാം വെറൈറ്റിയാണ് എല്ലാം. ദേശപ്പോ കാണിച്ചാൽ വെറൈറ്റി. പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ശുദ്ധീകരണം പറഞ്ഞു? വികാരം ചിരിക്കുക. ഇനി മേലെ കൊടുക്കത്തരുന്നാണ് പറയുന്നത്. മനഃശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. We should have to have our proper strong will. അതിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വളരെ കുറയുകയാണ്. ഇവിടെ എനിക്കറിയില്ല, നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് കുറയും. ഇല്ലില്ല, ആൾക്കാർക്ക് വിൽ പവർ ഇല്ല. അത് സെമിനാറിൽ സ്റ്റഡി ചെയ്തൊക്കെ എടുത്താൽ അത് ഈ സന്യാസിനൊക്കെ നല്ല വിൽ പവറാണ്. നിങ്ങൾ വികാരിക്ക് മാത്രം വിൽ പവർ ഉണ്ടോ? ഞാനൊന്ന് കണ്ടുപിടിച്ചാൽ മതി. നല്ല കാര്യമാണ് അല്ലേ? ഇതിൽ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു മാത്രം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. കാലം മാറുന്നതനുസരിച്ച് ഞങ്ങളുടെ ഇടയിൽ പോലും മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പിതാക്കന്മാർ വെരി സ്ട്രോങ് വിൽ, അവരുടെ മൈൻഡ് വളരെ സ്ട്രോങ്. കാരണം അതിനാണ് ഓസ്റ്ററിറ്റി എന്ന പദം ഉപയോഗിക്കുന്നത്. വളരെ ശക്തരായിരുന്നു. ദൈവസന്നിധി നിൽക്കുമ്പോൾ അവർ വളരെ ശക്തരാണ്. ഇഗ്നാത്തിയോസ് ആയിരുന്നു അവരുടെ, അല്ലെങ്കിൽ ബസേലിയോസ് ആയിരുന്നു അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ കൂടുതലായിരുന്നു. ആർക്കും അടുക്കാത്ത രീതിയിലുള്ള ആളുകളാണ്. ഇഗ്നാത്തിയോസ് എന്ന് പറഞ്ഞാൽ തീ കിടത്തുന്നതാണ്. ബസേലിയോസ് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യവിധിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ പാത്രക്കീസും കാതോലിക്കും എന്നല്ലായിരുന്നു പറഞ്ഞത്. ആർക്കും അടുക്കാൻ പറ്റില്ല. അത്ര സ്ട്രോങ്ങാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ പ്രാർത്ഥന കുറച്ചു, നോമ്പ് കുറച്ച്, ഉപവാസം കുറച്ച്, ചില കാര്യങ്ങളൊക്കെ കുറച്ച് വന്നപ്പോഴേ എന്ത് സംഭവിച്ചു? നമ്മുടെ പിള്ളേര് ഇല്ലാതെ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും പിടിച്ചിരിക്കാൻ പെട്ടെന്ന് വീടിയാണ്, പെട്ടെന്ന് വീടിയാണ്. എന്ത് പ്രതിസന്ധി വന്നാലും വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല മാനസിക ശുദ്ധി, അതിൽ നിന്നുണ്ടാകുന്ന മാനസിക ശക്തി. അതിലൂടെ physical strength is needed, mental strength is also needed. ഇത് രണ്ടും വേണമെങ്കിൽ മൂന്നാമതൊരു സ്ട്രെങ്ത് ആവശ്യമാണ്. എന്താണ് മൂന്നാമതൊരു സ്ട്രെങ്ത് ആവശ്യമാണ്? ആത്മീയ ശക്തി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് അത്യാവശ്യം. നല്ലൊരു പാടുമായിരിക്കും. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഒരു പാടുമായിരുന്നോ? ഇല്ലെന്ന് തോന്നുമ്പോൾ പാടണം. പരിശുദ്ധാത്മാവിൽ ശക്തി വരണം. പരിശുദ്ധാത്മാവിൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ വ്യക്തിത്വത്തെ പിടിച്ചു നിർത്തണം.
എഫേസ്യ ലേഖനത്തിൽ വാക്യങ്ങൾ പറഞ്ഞാൽ അവസാനം വികാരി പറഞ്ഞിട്ടുണ്ട്, സമയം ഇത്രയും പാടുള്ളൂ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തില് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, യു നീൽ ഡൗൺ ബിഫോർ ഗോഡ് ബിക്കോസ് ഹി ഈസ് ദ റീസൺ ഓഫ് യുവർ ഫാമിലി. അതാണ് ഒന്നാമത്. റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടോ? കർത്താവിനോട് റിപ്പോർട്ടിംഗ് ഉണ്ടോ? കർത്താവിനോട് റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ മുട്ടുകുത്തി നടത്തിക്കോണമെന്നാണ്. വീട്ടിലായാലും പള്ളിയിലായാലും മുട്ടുകുത്തുന്ന സമയത്തൊക്കെ എന്താണ് മുട്ടുകുത്തി റിപ്പോർട്ട് ചെയ്യണം. I am here, you forgive me because you are my reason എന്ന് പറയുന്നത്. അത് kneel down before God who is the reason, who is the reason of your family. Again, St. Paul says, be rooted in the love of Christ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരുന്നത്. സ്നേഹം ഇഷ്ടംപോലെ ടൈമുണ്ട്, അതിലൊക്കെ വേറൊരു കാര്യം. വേരുന്ന സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമാണ്. സ്നേഹമേ ക്രൂശിൻ സ്നേഹമേ നിന്റെ ഇളഞ്ഞാലും കാണട്ടെ. പാടാറുണ്ട്, അറിയാവുന്ന പാട്ട് പഠിക്കുക. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലാടുന്ന സിന്ധു സമാനമായി ദൈവമേ സ്നേഹമതിൽ എനിക്കാവതില്ലേ ക്രൂസിലെ സ്നേഹം അളക്കാൻ പറ്റില്ല. ഇത് ഇമ്മെഷറബിൾ, ഇൻഎക്സ്പ്ലിക്കബിൾ. അത് നിങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. Your root should be the root, the love of Christ. നിങ്ങളുടെ പേര് എന്ന് പറയുന്നത് ക്രിസ്തു സ്നേഹമായിരിക്കും. അതിനകത്ത് വേറെ ഉണ്ടാകുകയാണ്. മൂന്നാമത് പറയുന്ന കാര്യമാണ് strengthen your inner being by the power of the Spirit of God. ഓരോ സ്നേഹം നിങ്ങളുടെ അകത്ത മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണം. ഈ 3 കാര്യങ്ങൾ എളുപ്പമില്ല. അതാണ് ഈ റോമിയോ സദാടെ എല്ലാ അവസാന ഭാഗത്ത് നമ്മോട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ശരീരം മാത്രമാണോ? അല്ല. ശരീരവും മനസ്സും ആത്മാവും അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ് പേഴ്സണാകുന്നത്. പേഴ്സൺ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ്? On who can stand upright. അതിന്റെ ലിറ്ററൽ മീനിങ് മുഖം എന്നാണ്, നല്ല മുഖം. അതിനാണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മുഖമാണ്. പക്ഷേ മുഖം എന്നുള്ളതല്ല. A human being, if he or she can stand upright, then she can be a person എന്നാ പറയുന്നത്. അപ്പൊ ഞാനൊരു പേഴ്സണാണെന്ന് പറയണമെങ്കിൽ എന്താ വേണം? ദൈവസന്നിധിയിലും സമൂഹത്തിന് മുമ്പായി നേരെ നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കും. അതാണ് ഈ പ്രാർത്ഥന എഴുതാൻ വേണ്ടിയിരിക്കുന്നത്. കർത്താവിന്റെ കഷ്ടാനുഭവവും കർത്താവിന്റെ കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യം അത് തന്നെയാണ്. ഞാൻ നിങ്ങളെ വ്യക്തികളാക്കാനാണ് കാണുന്നത്. നമ്മൾ രക്ഷിക്കാന്നാണ് പറഞ്ഞത് അല്ലേ? തെയോമോർഫോസിസ്, ആന്ത്രോപോമോർഫിസ് രണ്ടുമാണ്. അത്താനാസിസ് പറഞ്ഞത് ദൈവം മനുഷ്യനായാലും മനുഷ്യനെ ദൈവമാക്കാൻ അല്ലേ? ഗ്രിഗോറിയൻ ഈസായും മറ്റു പിതാക്കന്മാരും പറഞ്ഞു മനുഷ്യനാകണം. മനുഷ്യനാക്കാനാണ് ദൈവം. ഞാൻ നിങ്ങളൊക്കെ യഥാർത്ഥ മനുഷ്യരായി രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അതാണ് അത്താനാസിന്റെ വ്യാഖ്യാനം. നമ്മുടെ ദൈവത്തെ പോലെയാണ്. പാടാറില്ലേ? യേശുവെ പോലെയാകുവാൻ യേശുവെ കേൾക്കുവാൻ യേശുവെ
ഞാൻ വാക്കുകൾ ചോദിക്കട്ടെ. കർത്താവേ, എന്നോട് കരുണയില്ല. കർത്താവേ, എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് അത് നിന്നിൽ എഴുതിയേർന്ന് നീ എന്നിലും ഞാൻ നിന്നുമായി മാറണമേ. എന്നെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റണമേ. എന്നെ ദൈവീകരിക്കണമേ. ഇതിനാണ് നമ്മെല്ലാവരെയും വളരെ